Welcome back to my channel. Today we are discussing about corporate accounting for BBA part 3 chapter financial reporting standards. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡ് എസ് ആൻഡ് IFRS ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണ്, അതുപോലെ തന്നെ IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IAS എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ് IFRSും IASും ഒക്കെ ഇഷ്യൂ ചെയ്ത അതോറിറ്റി, എങ്ങനെയാണ് IND-AS അല്ലെങ്കിൽ IND-AS ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഇങ്ങനെയുള്ള എന്തൊക്കെയാണ് IFRS അല്ലെങ്കിൽ IND-AS ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് we discuss about IAS and IFRS. IAS means International Accounting Standards. ഇൻ്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന വിവിധ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന സെയിം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IAS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ IFRS എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് IAS എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ മോഡിഫൈഡ് ഫോർമാറ്റാണ് അല്ലെങ്കിൽ ന്യൂ വേർഷനാണ് IFRS എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇൻ ദ പാസ്റ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് were issued by the board ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി. തുടക്കത്തിൽ അല്ലെങ്കിൽ ആദ്യത്തിലൊക്കെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ ഇഷ്യൂ ചെയ്തത്. ശേഷം സിൻസ് 2001 ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് പകരമായിട്ട് ഒരു പുതിയ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ന്യൂ വേർഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ന്യൂ വേർഷൻ ആയിരുന്നു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന IFRS. ഈ IFRSനെ ഇഷ്യൂ ചെയ്തിരുന്ന ബോർഡായിരുന്നു ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഓക്കെ, നെക്സ്റ്റ് ആൻ ഓവർവ്യൂ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, ദാറ്റ് ഈസ് ഗ്യാപ്പ്. നമുക്ക് അക്കൗണ്ടിംഗ് പ്രാക്ടീസ് യൂണിഫോം ആക്കാൻ വേണ്ടി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന റൂൾസ്, അക്കൗണ്ടിംഗ് റൂൾസ്, കോൺസെപ്റ്റ്സ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ അടങ്ങുന്ന ഒരു ബണ്ടിലാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പ് പ്രധാനമായിട്ട് നാഷണൽ ഗ്യാപ്പ്, ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. നാഷണൽ ഗ്യാപ്പ് മീൻസ് ഒരു രാജ്യത്ത് മാത്രം ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അപ്ലിക്കബിൾ ആണെങ്കിൽ വേറെ ഒരു രാജ്യത്തും ആ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് നാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന ഗ്യാപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ നാഷണൽ ഗ്യാപ്പ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നാഷണൽ ഗ്യാപ്പ് എന്ന് പറയാം. എന്നാൽ ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒന്നിലധികം രാജ്യങ്ങൾ ഒരു സെയിം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന പേരിൽ അറിയപ്പെടും. ഫോർ എക്സാമ്പിൾ, IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രധാനമായിട്ട് UK-യിലും അതുപോലെ തന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസുകളിലൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ IASനെ നമുക്കൊരു ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന പേരിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി IFRS ആണ്. IFRS എന്ന് പറയുന്നത് IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് IFRS എന്ന് പറയുന്നത്. IFRS ഇഷ്യൂ ചെയ്തത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്ന IASB ആണ്. ഓക്കെ, IASൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് IFRS എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, IFRS പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ഓരോ രാജ്യങ്ങൾക്കും അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, IFRS പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് എല്ലാ രാജ്യങ്ങൾക്കും ഫോളോ ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് വൺ IFRS അഡോപ്ഷനാണ്, സെക്കൻഡ് വൺ IFRS കൺവെർജൻസ് ആണ്. ഓക്കെ, ഈ രണ്ട് രീതിയിൽ മാത്രമേ ഓരോ രാജ്യത്തിനും IFRS ഫോളോ ചെയ്യാൻ സാധിക്കൂ. IFRS അഡോപ്ഷൻ മീൻസ് എങ്ങനെയാണോ IASB IFRSനെ ഫോർമുലേറ്റ് ചെയ്തത്, രൂപീകരിച്ചത്, ഓക്കെ, അതുപോലെ തന്നെ ഒരു മാറ്റവും വരുത്താതെ അതിനെ അതേപോലെ ആ രാജ്യം അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ IFRS അഡോപ്ഷൻ എന്ന് നമുക്ക് അല്ലെങ്കിൽ IFRS അഡോപ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു ചേഞ്ചസും ഇല്ല. എങ്ങനെയാണോ IASB IFRSനെ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ആ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തേക്ക് IFRSനെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ IFRS അഡോപ്ഷൻ എന്ന് പറയും. എന്നാൽ IFRS കൺവെർജൻസ് എന്ന് പറയുന്നത് അതേപോലെ കൊണ്ടുവരികയല്ല. IASB ഉണ്ടാക്കിയ IFRSൻ്റെ ഒരു മോഡിഫൈ ചെയ്ത, അതല്ലെങ്കിൽ ഒരു രാജ്യം, ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യയുടെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആക്റ്റുകൾ, റൂൾസുകൾ, പ്രിൻസിപ്പിൾസ്, ഇതിൻ്റെയൊക്കെ ബേസിൽ അല്ലെങ്കിൽ ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട്
നമ്മൾ ഒരു മോഡിഫൈഡ് രൂപത്തിൽ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ IFRS കൺവെർജൻസ് എന്നാണ് പറയുക. ഓക്കെ, ഇന്ത്യ ഇങ്ങനെ IFRSനെ അഡോപ്ഷൻ അല്ല ചെയ്തത്, ഇന്ത്യ IFRS കൺവെർജൻസ് ആണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഇന്ത്യ IFRS കൺവെർജൻസ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രൂപീകരിച്ച് അല്ലെങ്കിൽ കൊണ്ടുവന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IND AS അല്ലെങ്കിൽ IND-AS എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, IND-AS അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന IND-AS ആണ് ഇന്ത്യ IFRSനെ കൺവേർജ് ചെയ്തിട്ടാണ് ഫോളോ ചെയ്തത്. IFRS അഡോപ്ഷൻ ഓർ കൺവെർജൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത് നീഡ് ഫോർ കൺവെർജൻസ് ടുവേർഡ്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന IFRS പോലെയുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ട ഇതിൻ്റെ ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൺവെർജൻസ് റെഫേഴ്സ് ടു എ ഗോൾ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് വിൽ ബി യൂസ്ഡ് ഇൻ്റർനാഷണലി. കൺവെർജൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തെയാണ് കൺവെർജൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഓക്കെ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന ലക്ഷ്യത്തെയാണ് കൺവെർജൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നീഡ്സ് എന്ന് നോക്കാം. ഇൻ ദ പ്രസൻറ്റ് എറ ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ, പ്രസൻറ്റ് കാലഘട്ടം എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷനും ലിബറലൈസേഷൻ്റെയൊക്കെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ആർ എസ്റ്റാബ്ലിഷിംഗ് ദെയർ ബിസിനസ് യൂണിറ്റ്സ് ഇൻ വേരിയസ് കൺട്രീസ് വിത്ത് എമർജിംഗ് എക്കണോമിക്സ് ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ധാരാളം മൾട്ടിനാഷണൽ കമ്പനീസ് ഒന്നിലധികം രാജ്യങ്ങളിലൊക്കെ ബിസിനസ് ചെയ്യുന്ന കമ്പനികളൊക്കെ അവരുടെ ബിസിനസ് യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ്. ഓക്കെ, എമർജിംഗ് എക്കണോമികളിലൊക്കെയാണ് പ്രധാനമായിട്ട് ഏത് രാജ്യത്താണോ അവർക്ക് ഏറ്റവും കൂടുതൽ വളരാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള എക്കണോമിക് കൺട്രീസിലൊക്കെയാണ് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ബിസിനസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് സാധ്യമായത് ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നിലധികം രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്തിട്ടുള്ള കമ്പനികൾ ഒരു സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലൂടെയാണ് ആദ്യമായിട്ട് ഈ കൺവെർജൻസ് അല്ലെങ്കിൽ ഇന്ത്യയും ഒരു IFRS പോലെയുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കേണ്ടതിൻ്റെ കാരണമായിട്ട് വന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ കമ്പനീസ് ഇൻ എമർജിംഗ് എക്കണോമീസ് ആർ ഇൻക്രീസിംഗ്ലി ആക്സസിങ് ഗ്ലോബൽ മാർക്കറ്റ്സ്. ഇങ്ങനെയുള്ള MNCs ഒക്കെ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഒന്നിലധികം രാജ്യങ്ങളിൽ ഗ്ലോബൽ മാർക്കറ്റുകളെ ആക്സസ് ചെയ്യുന്ന കമ്പനികൾക്ക് ടു ഫുൾഫിൽ ദെയർ ക്യാപിറ്റൽ നീഡ്സ്, അവർക്ക് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വന്നു. അത് ഫുൾഫിൽ ചെയ്തിരുന്നത് ബൈ ഗെറ്റിംഗ് ദെയർ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഔട്ട്സൈഡ് ദെയർ കൺട്രി. ഷെയർസും സെക്യൂരിറ്റീസൊക്കെ ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ നീഡ്സ് ഫുൾഫിൽ ചെയ്തിരുന്നത്. ഈ ഷെയർസും സെക്യൂരിറ്റീസൊക്കെ ലിസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ രാജ്യത്തിൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിലായിരുന്നു അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിലായിരുന്നു അവരുടെ ഷെയർസും സെക്യൂരിറ്റീസൊക്കെ ലിസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഷെയർസും സെക്യൂരിറ്റീസൊക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ക്യാപിറ്റൽ മാർക്കറ്റ് ബിക്കമിങ് ഇൻ്റഗ്രേറ്റഡ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദിസ് വേൾഡ് വൈഡ് ട്രെൻഡ്. ഒരു വേൾഡ് വൈഡ് ട്രെൻഡിലേക്ക് ഒരാഗോള തലത്തിലേക്ക് ക്യാപിറ്റൽ മാർക്കറ്റുകൾ കൂട്ടിയോജിപ്പിച്ചതാണ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് വന്നതാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ മാറിയതാണ് ഒരു വേൾഡ് വൈഡിൽ ഉപയോഗിക്കുന്ന ഒരു കോമൺ, എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ആവശ്യമുണ്ടാവാനുള്ള കാരണം. ഓക്കെ, മറ്റൊന്ന്, മോർ ആൻഡ് മോർ ഇന്ത്യൻ കമ്പനീസ് ആർ ബീയിങ് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ധാരാളം കമ്പനികൾ അവരുടെ ഷെയർസും സെക്യൂരിറ്റീസൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്ക് പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് എന്നതാണ് മറ്റൊരു കാരണം. ദ യൂസ് ഓഫ് ഡിഫറൻറ്റ് അക്കൗണ്ടിങ് ഫ്രെയിംവർക്ക് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഡിഫറൻറ്റ് കൺട്രീസ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫ്രെയിംവർക്കുകൾ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ദാറ്റ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ ഫോർ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഫ്രെയിംവർക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്നവർക്ക് ഒന്നിലധികം രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ MNCകൾക്കൊക്കെ കൺഫ്യൂഷൻ വരാൻ തുടങ്ങി. അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ രാജ്യത്തും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് മറ്റൊരു IFRS പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമായിട്ട് വന്നത്. ഓക്കെ,
The data disclosed by the financial statements become incomparable. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിച്ചിട്ടുള്ള ഡാറ്റ കമ്പയർ ചെയ്യാൻ പറ്റാതെയായി എന്നതാണ് നമ്മൾ ഈ പോയിൻ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചു നമ്മൾ ഓരോ രാജ്യവും അവരുടെ ഇതായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവ തമ്മിൽ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കി, അമേരിക്കയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും പോളിസി ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കി. ഇങ്ങനെ ഈ രണ്ട് രാജ്യത്തും ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഈ രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, കാരണം അവിടെ രണ്ട് രാജ്യങ്ങളിലും ഡിഫറൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെയിം കാര്യത്തെ തന്നെ ഡീൽ ചെയ്യാൻ, അല്ലെങ്കിൽ സെയിം അസറ്റിനെയോ സെയിം ലയബിലിറ്റിയോ ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായി മാറി. ദിസ് ലീഡ്സ് ടു കൺഫ്യൂഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്താകമാനം ഉള്ള ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇങ്ങനെ ഇൻകമ്പയറബിലിറ്റി ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഇങ്ങനെ ബിസിനസ് ട്രാൻസാക്ഷൻസ് കോംപ്ലക്സ് ആയി മാറി. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റുകൾ ഗ്ലോബലൈസേഷനും വന്നത് മൂലം കോൾ ഫോർ എ സിംഗിൾ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇവ കാരണമായിട്ടൊരു സിംഗിൾ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യകത വന്നു എന്നതാണ് IFRS പോലെയുള്ള ഇൻ്റർനാഷണൽ ലെവലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലേക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമായി വന്നത്. മറ്റൊന്ന്, ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് നെസസറി ഫോർ ക്രിയേറ്റിംഗ് ട്രസ്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഉപയോഗിക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിലൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു യൂണിവേഴ്സൽ ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യകത വന്നത്. ഇങ്ങനെ യൂണിവേഴ്സൽ ലെവലിലുള്ള ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഹൈ ക്വാളിറ്റിയിലായിരിക്കും, ഹൈ സ്റ്റാൻഡേർഡ്സിലായിരിക്കും എന്നതാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വന്നത്. നെക്സ്റ്റ്, ബെനഫിറ്റ്സ് ഓഫ് കൺവെർജൻസ് വിത്ത് IFRS നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മോട് യോജിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ്, നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബെനിഫിറ്റ് ടു ദ എക്കണോമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബൈ ഇൻക്രീസിങ് ഗ്രോത്ത് ഓഫ് ദ ഇൻ്റർനാഷണൽ ബിസിനസ്. നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ വളർച്ച, ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമെന്നതാണ് ഒന്നാമത്തെ ബെനിഫിറ്റായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മെയിൻ്റനൻസ് ഓഫ് ഓർഡർലി ആൻഡ് എഫിഷ്യൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ ഓർഡറായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് മുമ്പോട്ട് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ എഫിഷ്യൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നതാണ് മറ്റൊരു ഗുണമായിട്ട് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ രാജ്യത്ത് നിന്ന് എളുപ്പത്തിൽ ക്യാപിറ്റൽ ഫോർമേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോം ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റും ധാരാളമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരും. ദെർബൈ ലീഡ്സ് ടു ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ഇൻ ടു ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് എളുപ്പത്തിൽ ക്യാപിറ്റൽ ഫോർമേഷനൊക്കെ സാധ്യമാവുന്നതുകൊണ്ട് തന്നെ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇങ്ങോട്ട് വരും. അതുപോലെ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറും. മാത്രവുമല്ല, ഇങ്ങനെ വിവിധ MNCs ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഫോറിൻ ക്യാപിറ്റലൊക്കെ ധാരാളം ഇന്ത്യയിലേക്ക് കടന്നു വരും. അങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരുമെന്നതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ എക്കണോമിക്ക് കിട്ടുന്ന ഒന്നാമത്തെ ബെനിഫിറ്റായിട്ട് പറയുന്നത്. ഓക്കെ, സെക്കൻഡ്, ബെനിഫിറ്റ്സ് ടു ദ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ്. ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആസ് ഓപ്പോസിറ്റ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് യൂസിങ് എ ഡിഫറൻറ്റ് സെറ്റ് ഓഫ് നാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്നാൽ ഓരോ രാജ്യവും അവരുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഇൻവെസ്റ്റേഴ്സിന് ഏത് രാജ്യത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ലാഭകരം എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇൻകമ്പയറബിലിറ്റിയാണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് അതിൻ്റെ ഒരു കാരണം. എന്നാൽ ഒരു കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ രാജ്യവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഏത് രാജ്യത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, കമ്പയർ ചെയ്യാനൊക്കെ സാധിക്കും. വെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് ആർ
ഗ്ലോബലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കൺവർജൻസ് കോൺട്രിബ്യൂട്ട്സ് ടു ഇൻവെസ്റ്റേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ഹൈ ക്വാളിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഇത് കാരണമാകുമെന്നതാണ് മറ്റൊരു ബെനിഫിറ്റായിട്ട് കിട്ടുന്നത്. നമ്മുടെ രാജ്യത്തേക്ക് ധാരാളം ഇൻവെസ്റ്റേഴ്സ് കടന്നു വരും. ഓക്കെ, ബെനിഫിറ്റ്സ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. മറ്റൊന്ന് ബെനിഫിറ്റ്സ് ടു ദ ഇൻഡസ്ട്രിയാണ്. നമ്മുടെ ഇൻഡസ്ട്രിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദ ഇൻഡസ്ട്രി ഈസ് ഏബിൾ ടു റേസ് ക്യാപിറ്റൽ ഫ്രം ഫോറിൻ മാർക്കറ്റ്സ് അറ്റ് ലോവർ കോസ്റ്റ് ഇഫ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ദാറ്റ് ദിയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കംപ്ലൈ വിത്ത് ഗ്ലോബലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ എല്ലാവരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഏത് രാജ്യത്തിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗ്ലോബലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരു ഒറ്റ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും. അത് ഫലമായിട്ട് അവർ ഇന്ത്യയിലേക്കൊക്കെ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഇങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിന് ക്യാപിറ്റൽ വളരെ എളുപ്പത്തിൽ റേസ് ചെയ്യാൻ സാധിക്കും. ഫോറിൻ മാർക്കറ്റുകളിൽ നിന്ന് വളരെ കുറഞ്ഞ കോസ്റ്റിൽ തന്നെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇൻഡസ്ട്രി കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് അതർ ബെനിഫിറ്റ്സ് ആണ്. ഇറ്റ് റെൻഡേഴ്സ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മോർ കമ്പയറബിൾ ടു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലേക്ക് വരുന്നവർ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻ്റർനാഷണൽ ലെവലിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വളരെ എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇങ്ങനെയുള്ള IFRS അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം. അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അഡോപ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഗുണം. മറ്റൊന്ന് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് കംപ്ലൈയിങ് വിത്ത് അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ്സ് ഫോർ ഗ്ലോബൽ ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ്സുകളുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ്, നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ്, ഒരു സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്നതെങ്കിൽ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അക്കൗണ്ടിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള. മറ്റൊന്ന് പൊട്ടൻഷ്യലി എസ്റ്റാബ്ലിഷസ് എ മോർ ട്രാൻസ്പെറൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വിത്ത് ഗ്രേറ്റർ അക്കൗണ്ടബിലിറ്റി. നമുക്ക് വളരെ വിശ്വാസത്തോടെ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റമായിട്ട് ഇതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. റെഡ്യൂസസ് ദ ഓപ്പറേഷണൽ ചലഞ്ചസ് ഫോർ അക്കൗണ്ടിങ് ഫേംസ്. അക്കൗണ്ടിങ് ചെയ്യുന്ന ഫേമുകൾക്ക് ഉണ്ടാകുന്ന ഓപ്പറേഷണൽ ചലഞ്ചസുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏത് രാജ്യത്തും അവർക്ക് എന്ത് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കാരണം ഒരു സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് അവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. ഗിവ്സ് സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ് ദ റിപ്പോർട്ടിംഗ് മോഡൽ. ഇങ്ങനെ ഒരു സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഹൈ ക്വാളിറ്റിയായി മാറുമെന്നതാണ് മറ്റൊരു, അല്ലെങ്കിൽ വളരെ ഹൈ സ്റ്റാൻഡേർഡായി മാറുമെന്നതാണ് മറ്റുള്ള ബെനിഫിറ്റൊക്കെ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ദാറ്റ് ഈസ് INDAS, പോപ്പുലർലി നോൺ ആസ് INDAS. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പോപ്പുലർലി അറിയപ്പെടുന്നത് INDAS എന്ന പേരിലാണ്. വാസ് നോട്ടിഫൈഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA. ഇത് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. 16 ഫെബ്രുവരി 2015 ഇവർ ആദ്യമായിട്ട് ഇന്ത്യൻ കമ്പനികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസൊക്കെ അനൗൺസ് ചെയ്തത് 16 ഫെബ്രുവരി 2015. ദ ആപ്ലിക്കേഷൻ ഓഫ് INDAS ഈസ് ബേസ്ഡ് ഓൺ ദ ലിസ്റ്റിംഗ് സ്റ്റാറ്റസ് ആൻഡ് നെറ്റ്വർത്ത് ഓഫ് ദ കമ്പനി. ഇന്ത്യൻ കമ്പനികൾ ഇത് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസും സെക്യൂരിറ്റീസ് അതിൻ്റെ ലിസ്റ്റിംഗ് സ്റ്റാറ്റസിൻ്റെയും അതുപോലെ തന്നെ നെറ്റ്വർത്തിൻ്റെയും അവരുടെ ക്യാപിറ്റലിൻ്റെയും ഒക്കെ ബേസിലായിരുന്നു ഇത് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമായിട്ട് വന്നത്. Okay, the INDAS are named and numbered in the same way as the corresponding international financial reporting standard. IFRS അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഓരോ സ്റ്റാൻഡേർഡും എങ്ങനെയാണ് നെയിം കൊടുത്തത്, എങ്ങനെയാണ് നമ്പർ കൊടുത്തത്, അതേ രീതിയിൽ തന്നെയാണ് INDASൻ്റെയും ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെയും ഓരോ സ്റ്റാൻഡേർഡുകളും നെയിം കൊടുത്തതും നമ്പർ കൊടുത്തതും IFRSന് സെയിം ആയിട്ട് തന്നെയായിരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്. The National Advisory Committee on Accounting Standards NACAS, നാഷണൽ ലെവലിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടുള്ള അഡ്വൈസറി കമ്മിറ്റി ആയിരുന്നു NACAS. ഇവർ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ MCAക്ക് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത്. MCA ഇതൊക്കെ പരിശോധിച്ചു. എന്നിട്ട് അതിൽ ആസ് ഓൺ ഡേറ്റ് MCA ഹാസ് നോട്ടിഫൈഡ് 39 INDAS, 39 INDAS MCA നോട്ടിഫൈ ചെയ്തു. ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ മെയ്ഡ് അപ്ലിക്കബിൾ ടു ദ ഇന്ത്യൻ കമ്പനീസ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2015-16 ഫോർ വോളണ്ടറി ബേസിസ്. അതുപോലെ തന്നെ ഫ്രം 16 to 17 ഓൺ എ മാൻഡറ്ററി ബേസിസ്. 2015-16 ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഇന്ത്യൻ കമ്പനികൾ അവരുടെ ഗവൺമെൻറ് പറഞ്ഞ രീതിയിലുള്ള നെറ്റ്വർത്തും അതുപോലെ തന്നെ ലിസ്റ്റിംഗ് സ്റ്റാറ്റസിൻ്റെയൊക്കെ ബേസിലുള്ള കമ്പനികളാണെങ്കിൽ
അണ്ടറിലുള്ള കമ്പനികളാണെങ്കിൽ വോളണ്ടറിലി ബേസിൽ ഫോളോ ചെയ്യേണ്ടതായി വന്നു. എന്നാൽ 16-17 ഫിനാൻഷ്യൽ ഇയർ ഓൺവേർഡ്സ് ഈ റൂളിൽ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ലിസ്റ്റിംഗ് സ്റ്റാറ്റസിൻ്റെയും ഗവൺമെൻറ് പറഞ്ഞ രീതിയിലുള്ള ലിസ്റ്റിംഗ് സ്റ്റാറ്റസിൻ്റെയും നെറ്റ്വർത്തിൻ്റെയും അണ്ടറിലുള്ള കമ്പനികൾ നിർബന്ധമായിട്ടും 2016-17 ഫിനാൻഷ്യൽ ഇയർ ഓൺവേർഡ്സ് നിർബന്ധമായിട്ടും ഈ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടത് നിർബന്ധമാക്കുകയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തു. ഓക്കെ എങ്ങനെയാണ് ഇന്ത്യയിൽ IND-AS അല്ലെങ്കിൽ IND-AS ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, that is ICAI, being the accounting standard setting body in India. ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ആയിരുന്നു ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ്. ഇവർ 2006 ഇനിഷ്യേറ്റഡ് ദ പ്രോസസ് ഓഫ് മൂവിങ് ടുവേർഡ്സ് ദ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, ദാറ്റ് ഈസ് IASB. IASB ഇഷ്യൂ ചെയ്തിട്ടുള്ള IFRS അഡോപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സ്, ഇനീഷ്യേഷൻ പ്രോസസ്സ് തുടക്കം കുറിച്ചത് ഇവരായിരുന്നു. 2006 എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് തുടക്കം കുറിച്ചത്? ഈ IFRS അഡോപ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. വിത്ത് എ വ്യൂ ടു എൻഹാൻസ് ആക്സെപ്റ്റബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ ഇന്ത്യൻ കോർപ്പറേറ്റ്സ് ത്രൂ ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇന്ത്യൻ കോർപ്പറേറ്റുകൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് വളരെ സുതാര്യമായിട്ടും വളരെ എല്ലാവർക്കും ആക്സെപ്റ്റബിളായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അവർ അഡോപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. ദിസ് മൂവ്സ് ടുവേർഡ്സ് IFRS വാസ് സബ്സിക്വൻ്റ്ലി ആക്സെപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഈ മൂവ്മെൻറ്റ് സബ്സിക്വൻ്റ്ലി പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ IFRS സ്വീകരിക്കണമെന്നുള്ള അഡോപ്റ്റ് ചെയ്യണമെന്നുള്ള ഈ മൂവ്മെൻറ്റ്, ICAIയുടെ ഈ മൂവ്മെൻറ്റ് പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. The Government of India, in consultation with the ICAI, decided to converge and not to adopt IFRS issued by the IASB. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ICAIയുമായിട്ട് കൺസൾട്ടേഷൻ ചെയ്തതിൻ്റെ ശേഷം തീരുമാനിച്ചു IFRS അഡോപ്ഷൻ ചെയ്യേണ്ട, നേരിട്ട് അതേപോലെ IFRS ആക്സെപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട, പകരം IFRS കൺവേർജൻസ് ചെയ്താൽ മതി. ഓക്കെ, ഇന്ത്യയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇന്ത്യയുടെ റൂൾസും ആക്ട്സിൻ്റെയൊക്കെ ബേസിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്താൽ മതി IFRSനെ എന്ന് തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. Okay, the decision of convergence rather than adoption was taken after the detailed analysis of IFRS requirements and extensive discussion with various stakeholders. ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ്റെയും അതുപോലെ തന്നെ IFRS ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് അനാലിസിസിൻ്റെയും ഒക്കെ ശേഷമാണ് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. Okay, accordingly, while formulating IFRS converged Indian accounting standards, efforts have been made to keep these standards. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യ ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൈക്കൊണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് IFRS കൺവേർഷൻ ഇൻ IND-AS. IFRSനോട് യോജിച്ച രീതിയിലുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റോളാണ് പറയുന്നത്. ഇനീഷ്യലി IND-AS വെർ എക്സ്പെക്റ്റഡ് ടു ബൈ ഇംപ്ലിമെൻറ്റഡ് ഫ്രം ദ ഇയർ 2011. ആദ്യത്തിലേക്ക് 2011 ഓൺവേർഡ്സ് IND-AS അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കാര്യങ്ങൾ മുമ്പോട്ട് പോയിരുന്നത്. എന്നാൽ കീപ്പിംഗ് ഇൻ വ്യൂ ദ ഫാക്ട് ദാറ്റ് സർട്ടൻ ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് ടാക്സ് ഇഷ്യൂസ് വെർ സ്റ്റിൽ ടു ബി അഡ്രസ്ഡ്, ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദ ഡേറ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് IND-AS. 2011 ഓൺവേർഡ്സ് ചില ഇഷ്യൂസ്, ടാക്സ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് MCA, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഈ IND-AS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഡേറ്റ് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഇൻ ജൂലൈ 2014, അങ്ങനെ ജൂലൈ 2014 ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം ശ്രീ അരുൺ ജെയ്റ്റ്ലി, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ബജറ്റ് സ്പീച്ചിൽ അനൗൺസ് ചെയ്തു ആൻ അർജൻസി ടു കൺവേർജ് ദ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വിത്ത് ദ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IND-AS by the Indian companies from the financial year 2015-16 voluntarily and from the financial year 2016-17 on a mandatory basis. അങ്ങനെ 2014 ജൂലൈയിൽ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തിൻ്റെ ബജറ്റ് സ്പീച്ചിൽ അനൗൺസ് ചെയ്തു ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള IND-AS
അഡോപ്റ്റ് ചെയ്യേണ്ടതിൻ്റെ അർജൻസി, ആവശ്യകത, അത്യാവശ്യകത അല്ലെങ്കിൽ അർജൻസിയെക്കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ കമ്പനീസ് 2015-16 വോളണ്ടറിലി ബേസിസിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് IND-AS ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വന്നു. അതുമാത്രമല്ല ഫ്രം ദ ഫിനാൻഷ്യൽ ഇയർ 2016-17 മാൻഡേറ്ററി ബേസിസിലും ഇത് ഫോളോ ചെയ്യേണ്ടത് നിർബന്ധമാക്കുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് റോഡ് മാപ്പ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് IND-AS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള റോഡ് മാപ്പാണ്. 1st April 2015 or thereafter voluntarily basis for all companies. 1st April 2015 to 31st March 2016 ഫിനാൻഷ്യൽ ഇയറിൽ വോളണ്ടറിലി ബേസിസ് ആയിരുന്നു എല്ലാ കമ്പനികളും ഇത് ഫോളോ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഫേസ് 1 1st April 2016 ഓൺവേർഡ്സ് മാൻഡറ്ററി ബേസിസിലാണ് ഇത് ഫോളോ ചെയ്തത്. ഓക്കെ, ഇന്ത്യൻ കമ്പനികളൊക്കെ നിർബന്ധമായിട്ടും ഇത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ടത്തിൽ കമ്പനീസ് ലിസ്റ്റഡ് ഇൻ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ഹാവിംഗ് നെറ്റ് വർത്ത് ഓഫ് ഇന്ത്യൻ റുപ്പീസ് 500 crore ഓർ മോർ. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ലിസ്റ്റിംഗ് സ്റ്റാറ്റസിൻ്റെയും അതുപോലെ തന്നെ നെറ്റ് വർത്തിൻ്റെയും ബേസിലൊക്കെയാണ് ഈ IFRS കൺവേർ ചെയ്തിട്ടുള്ള IND-AS ഇന്ത്യൻ കമ്പനികൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ സംഭവിച്ചത് ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ഉള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലിസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്ന കമ്പനികളായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത് അഡോപ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസ് 500 crore അതിൽ കൂടുതലോ 500 കോടിയോ അതിൽ കൂടുതലോ നെറ്റ് വർത്തുള്ള കമ്പനികളും ഇന്ത്യക്കകത്തോ പുറത്തോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ നിർബന്ധമായിട്ടും ഇത് ഫോളോ ചെയ്യേണ്ടിയിരുന്നത്. അതുമാത്രമല്ല അൺലിസ്റ്റഡ് കമ്പനീസും ഇത് ഫോളോ ചെയ്യണമായിരുന്നു. പക്ഷേ അവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 500 crore അതിൽ കൂടുതലും ഉണ്ടാവണം. എല്ലാ പാരൻ്റ് ആൻഡ് സബ്സിഡറി, അസോസിയേറ്റ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചർ കമ്പനികളൊക്കെ അവർക്കൊക്കെ ഈ റൂള് ബാധകമായിരുന്നു. ഫേസ് 2 രണ്ടാം ഘട്ടമാണ് പറയുന്നത്. മാൻഡറ്ററി ബേസിസിൽ ഇത് ഫോളോ ചെയ്യേണ്ടതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ 1st April 2017 ഓൺവേർഡ്സ് ആയിരുന്നു. ഓൾ കമ്പനീസ് വിച്ച് ആർ ലിസ്റ്റഡ് ഓർ ഇൻ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് നോട്ട് കവേർഡ് ഇൻ ഫേസ് 1 അതർ ദാൻ കമ്പനീസ് ലിസ്റ്റഡ് ഓൺ SME എക്സ്ചേഞ്ചസ്. ഓക്കെ, ഫസ്റ്റ് ഘട്ടത്തിൽ ഉൾപ്പെടാത്ത മറ്റുള്ള എല്ലാ കമ്പനികളും അവരുടെ ഷെയർസും സെക്യൂരിറ്റീസൊക്കെ ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്താലും കുഴപ്പമില്ല. ഇവർ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടാത്ത കമ്പനികളായിരിക്കണം. മാത്രമല്ല ഇവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 250 crore to 500 crore ഉള്ളിലുള്ളവരായിരിക്കണം. ഇവർ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളാണെങ്കിലും കുഴപ്പമില്ല. അൺലിസ്റ്റഡ് കമ്പനികളാണെങ്കിൽ പോലും അവരുടെ 250 crore to അവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 250 crore to 500 crore ഇടയിലുള്ളവരാണെങ്കിലും ഇവർ നിർബന്ധമായിട്ടും രണ്ടാം ഘട്ടത്തിൽ 1st April 2017 ഓൺവേർഡ്സ് ഈ IND-AS ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വന്നു. എന്നാൽ SME എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവരുടെ ഷെയർസും സെക്യൂരിറ്റീസൊക്കെ SME എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ ഇതിൽ ഉൾപ്പെടില്ല. സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളൊക്കെ അവരുടെ ഷെയർസും സെക്യൂരിറ്റീസൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് SME എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. ഈ കമ്പനികളിൽ ഈ ഘട്ടത്തിൽ പെടുന്നില്ല. ഓക്കെ, എല്ലാ പാരൻ്റ് ആൻഡ് സബ്സിഡറി, അസോസിയേറ്റ്, ജോയിൻറ്റ് വെഞ്ചർ കമ്പനികളൊക്കെ ഇതിൽ ബാധകമാണ്. ഓക്കെ, ഈ റോഡ് മാപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കമ്പനീസ് ലിസ്റ്റഡ് ഓൺ SME എക്സ്ചേഞ്ച് നോട്ട് റിക്വയർഡ് ടു അപ്ലൈ IND-AS. SME എക്സ്ചേഞ്ചുകളിൽ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകൾ അവിടെ ഷെയർസും സെക്യൂരിറ്റീസൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന SME എക്സ്ചേഞ്ചുകളിൽ IND-AS അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളിൽ ഷെയർസും സെക്യൂരിറ്റീസൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് IND-AS അഡോപ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല, ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്നതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, വൺസ് IND-AS ആർ അപ്ലിക്കബിൾ, ഒരിക്കൽ IND-AS അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അപ്ലിക്കബിൾ ചെയ്ത് കഴിഞ്ഞ കമ്പനികൾ ആൻ എൻറ്റിറ്റി ഷാൾ ബി റിക്വയർഡ് ടു ഫോളോ IND-AS ഫോർ ഓൾ ദ സബ്സിക്വൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിനുശേഷം അവരുണ്ടാക്കുന്ന അവരുടെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളിലും ഈ IND-AS അനുസരിച്ചിട്ടായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കമ്പനീസ് നോട്ട് കവേർഡ് ബൈ ദ എബവ് റോഡ് മാപ്പ് ഷാൾ കണ്ടിന്യൂ ടു അപ്ലൈ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈഡ് ഇൻ കമ്പനീസ് റൂൾസ് 2006. ഓക്കെ, എന്നാൽ മുകളിൽ നല്ല റോഡ് മാപ്പിൽ നമ്മൾ സൂചിപ്പിച്ച കമ്പനികളിൽ ഉൾപ്പെടാത്ത കമ്പനികളൊക്കെ നിലവിൽ ഇന്ത്യ രാജ്യത്തുള്ള എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് മനസ്സിലാക്കുന്നത്.
ഓക്കെ, നമ്മളിവിടെ ചേർത്തിട്ടുണ്ട് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. IFRSനോട് കൺവേർട്ട് ചെയ്തിട്ടുള്ള IND-AS അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 39 ആണ് MCA നോട്ടിഫൈ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ടൈറ്റിൽ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്പർ 1 പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായ IFRSനും നമ്പർ 1 പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 2 എന്ന് പറയുന്ന ഇൻവെൻ്ററിയാണ്. സെയിം കാര്യങ്ങൾ തന്നെയാണ് IFRSനുള്ളത്. ഇതുപോലെ തന്നെ എല്ലാം IFRSനോട് സിമിലർ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇന്ത്യയും IND-AS എന്ന രീതിയിൽ ഫോർമാറ്റിൽ ഇന്ത്യയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.